എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ പുതിയ മോക്ക് ടെസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ 10th പ്രിലിംസ് അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്നവർ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. ഒന്നാമത്തെ ചോദ്യം, 2025 ജൂൺ 6 ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 2025 ജൂൺ 6 ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം അഥവാ റെയിൽവേ കമാന പാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ചെനാബ് പാലമാണ് കേട്ടോ. ചെനാബ് പാലം പഠിച്ചു വെക്കണേ. 2025 ജൂൺ 6 ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് അഥവാ റെയിൽവേ കമാന പാലമാണ് ചെനാബ് പാലം. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കണം, 2025 ജൂൺ 6 തന്നെയാണ് അഞ്ചിഗണ്ട് പാലവും ഉദ്ഘാടനം ചെയ്തത്. ഈ ചെനാബ് പാലവും അഞ്ചിഗണ്ട് പാലവും സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. അറിഞ്ഞിരിക്കണേ, ഇത് രണ്ടും ഒരു ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത്. ചെനാബ് പാലവും അഞ്ചിഗണ്ട് പാലവും 2025 ജൂൺ 6 ഉദ്ഘാടനം ചെയ്തത്. ക്ലിയർ ആണേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം, കേരള ശാസ്ത്ര പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? കേരള ശാസ്ത്ര പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഡോക്ടർ ടെസി തോമസിനാണ്. അപ്പൊ 2024 കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ഡോക്ടർ ടെസി തോമസ് ആണ്. ഡോക്ടർ ടെസി തോമസ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? അപ്പം 2026 മുതലാണ് ആചരിച്ച് തുടങ്ങിയത്. അപ്പൊ പഠിച്ചു വെക്കണം, കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ജനുവരി 4 അപ്പൊ ഇനി മുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനം എന്നാണ്, ജനുവരി 4. ഇന്ത്യയിൽ ആദ്യമായി റെഡ് ടർട്ടിൽ റോഡ് മാർക്കിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി റെഡ് ടർട്ടിൽ റോഡ് മാർക്കിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, മധ്യപ്രദേശിലാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഇന്ത്യയിൽ ആദ്യമായി റെഡ് ടർട്ടിൽ റോഡ് മാർക്കിംഗ് സിസ്റ്റം നടപ്പിലാക്കിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. അടുത്ത ചോദ്യം, KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മോഹൻലാൽ ആണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ. ആധാറിന്റെ ഭാഗ്യ ചിഹ്നത്തിന്റെ പേരെന്താണ്? ആധാറിന്റെ ഭാഗ്യ ചിഹ്നത്തിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഉദയ് ആണ് കേട്ടോ. അപ്പൊ ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നത്തിന്റെ പേര് ഉദയ് ആണ്. ഉദയ് എന്ന് പറഞ്ഞ ആധാറിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് മലയാളിയായിട്ടുള്ള അരുൺ ഗോകുലാണ്. ഉദയ് എന്ന പേര് നൽകിയത് പൂനെ സ്വദേശിനിയായിട്ടുള്ള റിയ ജെയിൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ വിജയിച്ച ചുണ്ടൻ വള്ളം ഏതാണ്? 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ച ചുണ്ടൻ വള്ളം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വീയപുരം ചുണ്ടനാണ് കേട്ടോ, വീയപുരം ചുണ്ടൻ. 8ാമത്തെ ചോദ്യം, കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, വിശ്വനാഥ് സിൻഹയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? വിശ്വനാഥ് സിൻഹയാണ്. കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ജാജു ബാബു ആണ്. കെ ജാജു ബാബു ആണ് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. അടുത്ത ചോദ്യം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? അതായത് അടുത്തിടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, സൈബൽ ചട്ടോപാധ്യായ ആണ് കേട്ടോ. ഇപ്പൊ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? സൈബൽ ചട്ടോപാധ്യായ ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു ടെലഗ്രാമിലും വാട്സാപ്പിലുമായിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അതിൽ ലൈവ് പ്ലസ് റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സ് ലൈവ് ക്ലാസ്സസും അതോടൊപ്പം തന്നെ റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുടെ PDF
മെറ്റീരിയൽ നോട്ട്സും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എക്സാം എടുക്കുമ്പോൾ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസും പിന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇതുവരെ 2025 ജനുവരി മുതൽ 2026 ജൂൺ മാസം വരെയുള്ള മുഴുവൻ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി ക്ലാസ് ആയിട്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സസും ഉണ്ട്, ഓഡിയോ ക്ലാസ്സസും ഉണ്ട്, പിന്നെ നമ്മുടെ നോട്ട്സും ഉണ്ട്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോട്ട്സും ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ ടോപ്പിക്സിന്റെയും നോട്ട്സും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഇതിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം 10ഉം 20 മാർക്കുമാണ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിന് മാർക്ക് ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പൊ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാർ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് നിരവധി പരീക്ഷകളാണ് വരുന്നത്. 10th മെയിൻസ് പരീക്ഷ വരുന്നുണ്ട്, VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, വെബ്കോ LDC, പിന്നെ കമ്പനി ബോർഡ് LGS, LPUP നിരവധി പരീക്ഷകളാണ് വരുന്നത്. പിന്നെ അടുത്ത വർഷം നടക്കുന്ന LDC 2027 പരീക്ഷയ്ക്കും നമ്മുടെ ഈ ഒരു ബാച്ചിലെ നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദം ആകുന്നത് ആണ് കേട്ടോ. അപ്പം ഇപ്പൊ ഏകദേശം നമ്മൾ 100-ലധികം കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് മാർക്ക് ഞാൻ സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി ലൈവ് ക്ലാസ്സിലൂടെയും ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷൻസിലൂടെയും മോക്ക് ടെസ്റ്റിലൂടെയും PDF നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത ചോദ്യം, 2026 G20 ഉച്ചകോടിയുടെ വേദി. 2026 G20 ഉച്ചകോടിയുടെ വേദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, മിയാമി അമേരിക്കയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. 2026 G20 ഉച്ചകോടിയുടെ വേദി മിയാമി അമേരിക്ക. അടുത്ത ചോദ്യം, 2026 G7 ഉച്ചകോടിയുടെ ആതിഥേയ രാജ്യം ഏതാണ്? അതായത് 2026 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഫ്രാൻസിലാണ് കേട്ടോ, ഫ്രാൻസ്. അടുത്ത ചോദ്യം, 2026 ഫിഫ ലോകകപ്പ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഉൾപ്പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ ഉൾപ്പെടാത്ത ഏതാണ്? ബ്രസീൽ അല്ലേ? ഇപ്പൊ ആൻസർ ബ്രസീലാണ് കേട്ടോ, ബ്രസീലാണ് ആൻസർ ആയിട്ട് ഉൾപ്പെടാത്ത രാജ്യമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം, ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചത് എപ്പോഴാണ്? ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ജൂൺ 25, 2025. പഠിക്കാൻ എളുപ്പമുള്ള ജൂൺ 25, 2025 ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ 3ാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ 3ാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ശുഭാൻഷു ശുക്ലയാണ് കേട്ടോ, ശുഭാൻഷു ശുക്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർട്ടിമസ് 2 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആർട്ടിമസ് 2 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ചന്ദ്രനെ ചുറ്റി മനുഷ്യ ദൗത്യം പരീക്ഷിക്കുക എന്നതാണ്. പഠിച്ചു നോക്കണം. ആർട്ടിമസ് 2 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ചന്ദ്രനെ ചുറ്റി മനുഷ്യ ദൗത്യം പരീക്ഷിക്കുക എന്നതാണ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 4 ലാൻഡറിന് കണ്ടെത്തിയ സ്ഥലം. അതായത് ചന്ദ്രയാൻ 4 ലാൻഡറിന് ലാൻഡ് ചെയ്യാൻ കണ്ടെത്തിയ സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, മോൺസ് മൗണ്ടൻ ആണ് കേട്ടോ, മോൺസ് മൗണ്ടൻ ആണ്. അപ്പൊ ചന്ദ്രയാൻ 4 ലാൻഡറിന് കണ്ടെത്തിയ സ്ഥലം ഏതാണ്? മോൺസ് മൗണ്ടൻ ആണ്. അടുത്ത ചോദ്യം, 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ തീം, അതായത് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ തീം അഥവാ പ്രമേയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വന്ദേ മാതരം 150 വർഷങ്ങൾ. വന്ദേ മാതരം 150 വർഷങ്ങളാണ്. 2026 അശോക ചക്ര ലഭിച്ചത് ആർക്കാണ്? 2026 അശോക ചക്ര ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ശുഭാൻഷു ശുക്ലയ്ക്കാണ് കേട്ടോ. അപ്പൊ 2026 അശോക ചക്രം ലഭിച്ചത് ആർക്കാണ്? ശുഭാൻഷു ശുക്ലയാണ്. ഗഗൻയാൻ ഗ്രൂപ്പ് ക്യാപ്റ്റനും കീർത്തി ചക്ര ജേതാവും ആരാണ്? ഗഗൻയാൻ ഗ്രൂപ്പ് ക്യാപ്റ്റനും കീർത്തി ചക്ര ജേതാവും ആരാണ്?
ആൻസർ ഓപ്ഷൻ എ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് കേട്ടോ. അപ്പൊ ഗഗൻയാൻ ഗ്രൂപ്പ് ക്യാപ്റ്റനും കീർത്തി ചക്ര ജേതാവും ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സി പി രാധാകൃഷ്ണനാണ്. തമിഴ്നാട് സ്വദേശിയാണ് സി പി രാധാകൃഷ്ണൻ. അപ്പൊ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2026 നോർവേ ചെസ് കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? 2026 നോർവേയുടെ ചെസ് കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആർ പ്രഗ്യാനന്ദയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആർ പ്രഗ്യാനന്ദ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. കേരളത്തിന്റെ ആദ്യ ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മജീവി ഏതാണ്? അതായത് കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മജീവി അഥവാ സൂക്ഷ്മാണു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാസിലസ് സബ്റ്റിലിസിസ് ആണ്. പരീക്ഷയ്ക്ക് മാർക്ക് പ്രതീക്ഷിക്കാൻ കേട്ടോ, ചോദ്യം പ്രതീക്ഷിക്കുക. ബാസിലസ് സബ്റ്റിലിസിസ് ആണ്. കേരള എന്ന പേര് കേരളം എന്നാക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയ തീയതി. അതായത് കേരള എന്ന പേര് കേരളം എന്നാക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ തീയതി എന്നാണ് ആലോചിക്കുന്നത്. അത് 2026 ഫെബ്രുവരി 24 കേട്ടോ. 2026 ഫെബ്രുവരി 24. ഡേറ്റ് ഓർത്ത് വെച്ചാണ് ചോദിക്കും പരീക്ഷയ്ക്ക്. 2026 ഫെബ്രുവരി 24. അടുത്ത ചോദ്യം, SIRന്റെ പൂർണ്ണ രൂപം എന്താണ്? SIRന്റെ പൂർണ്ണ രൂപം എന്താണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. SIRന്റെ പൂർണ്ണ രൂപം എന്താണ്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് SIRന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. SIR എന്താണെന്ന് അറിയില്ല, തീവ്ര വോട്ടർ പട്ടിക പരിശോധനയാണ് SIR എന്ന് പറയുന്നത് കേട്ടോ. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. അടുത്ത ചോദ്യം, SIR നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ്? SIR നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. കുട്ടനാടാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ, SIR നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം കുട്ടനാടാണ്. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിലെ ആദ്യ വാണിജ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കൊച്ചി ടു ലക്ഷദ്വീപ് ആണ് കേട്ടോ. കൊച്ചി ടു ലക്ഷദ്വീപ് ആണ് ആദ്യ വാണിജ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഡെങ്കിപ്പനിക്ക് എതിരായ ഒറ്റ ഡോസ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഡെങ്കിപ്പനിക്ക് എതിരായ ഒറ്റ ഡോസ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ബ്രസീൽ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ബ്രസീൽ ആണ്. അടുത്ത ചോദ്യം, 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമ ഏതാണ്? 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി എക്കോ ആണ് കേട്ടോ. ഓപ്ഷൻ സി എക്കോ ആണ്. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സംവിധായകൻ ആരാണ്? മികച്ച സംവിധായകൻ ആൻസർ ഓപ്ഷൻ സി ഡൊമിനിക് അരുൺ ആണ് കേട്ടോ. ഓപ്ഷൻ സി ഡൊമിനിക് അരുൺ ആണ്. 2025 ബുക്കർ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? 2025 ബുക്കർ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഓപ്ഷൻ ബി ഡേവിഡ് സലയ്ക്കാണ് കേട്ടോ. ഫ്ലഷ് എന്ന് പറഞ്ഞ കൃതിക്കാണ് ഡേവിഡ് സലയ്ക്ക് 2025 ബുക്കർ പുരസ്കാരം ലഭിച്ചത്. 79ാമത് കാൻ ചലച്ചിത്രമേളയിലെ പാം ഡിയോർ നേടിയ ചിത്രം ഏതാണ്? 79ാമത് കാൻ ചലച്ചിത്രമേളയിലെ പാം ഡിയോർ നേടിയ ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഫോർഡ് എന്ന് പറഞ്ഞ ചിത്രമാണ് കേട്ടോ. ഫോർഡ് എന്ന് പറഞ്ഞ ചിത്രമാണ്. 2026 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ എ ആണ്. ശാരദയ്ക്കാണ് ലഭിച്ചത് കേട്ടോ. അപ്പൊ 2026 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ശാരദയാണ്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സംവിധായകൻ ആരാണ്? 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ചിദംബരം S പൊതുവാൾ ആണ് കേട്ടോ. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ സംവിധായകനാണ് കേട്ടോ. അപ്പൊ ചിദംബരം S പൊതുവാൾ ആണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച സംവിധായകൻ.
മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തും ചിദംബരം എസ് പൊതുവാളാണ് കേട്ടോ. ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. അടുത്ത ചോദ്യം, 2026 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ചിത്രം ഏതാണ്? നോട്ട് ചെയ്തോണേ, 2026 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ചിത്രം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഹോം ബൗണ്ട് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, മറന്നു പോരുതേ. ചിലപ്പം ഭ്രമയുഗം എന്നൊക്കെ നിങ്ങൾ കറപ്പിക്കാൻ സാധ്യതയുണ്ട്. ഭ്രമയുഗം എന്താണ്? ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ മ്യൂസിയത്തില് ആ ഒരു മ്യൂസിയത്തിൽ അവതരിപ്പിച്ച ചിത്രമാണ് ഭ്രമയുഗം. പക്ഷേ 2026 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ആയിട്ട് പോയ ചിത്രം ഏതാണ്? ഹോം ബൗണ്ട് ആണ് കേട്ടോ, ഹോം ബൗണ്ട്. അടുത്ത ചോദ്യം, കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അതായത് കാർഷിക മേഖലയിൽ നിന്ന് കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, PV അനീഷിനാണ് കേട്ടോ. അപ്പൊ കേരളപ്രഭ പുരസ്കാരം കാർഷിക മേഖലയിൽ ലഭിച്ചത് PV അനീഷിനാണ്. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമുക്കറിയാം 2025 ലേറ്റസ്റ്റ് ആണ്. 2025 കേരള ജ്യോതി പുരസ്കാരമാണ്. കേരള ജ്യോതി പുരസ്കാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. അപ്പൊ 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MR രാഘവ വാര്യർക്കാണ് കേട്ടോ. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര വികസനത്തിനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് കേട്ടോ. സമഗ്ര സംഭാവനയ്ക്കാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ 2025 കേരള ജ്യോതി പുരസ്കാരം MR രാഘവ വാര്യർ. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, P സതീദേവിയാണ്. ചേഞ്ച് ആയിട്ടില്ല. കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ P സതീദേവിയാണ്. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത് ആരാണ്? നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ. പുതിയ CEO ആരാണ്? നീതി ചിബ്ബറാണ് പുതിയ CEO. അപ്പം 40 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാനൂടെ മറക്കരുത്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യണേ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ. നിങ്ങൾക്ക് എന്തായാലും കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. അതോടൊപ്പം തന്നെ മാക്സിമം നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ അപ്പ് ചെയ്തും വെക്കുക. അപ്പൊ ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകളും ബാക്കിയുള്ള ടോപ്പിക് ക്ലാസ്സുകളുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസും അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ടും പുതിയൊരു മോക്ക് ടെസ്റ്റ് വീഡിയോയുമായിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.